ഇന്ത്യൻ കാടുകളിൽ നിന്നും മാറി വ്യത്യസ്തമായൊരു ട്രാവൽ സ്റ്റോറി. വ്യത്യസ്തമായ ധാരാളം പക്ഷികളെ കാണാൻ സാധിക്കുന്ന ഈ സ്ഥലം ബേഡിങ്ങിന് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഏത് അനിമലാണെന്ന് മനസ്സിലായോ? ഒറിക്സ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഡയറക്റ്റ്. ഇവിടെ വേട്ടക്കാരൻ പരുന്താണ് കേട്ടോ. ഒരു പ്രാവിനെ പിടിച്ച് കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണോ. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് റൈറ്റ് സൈഡിൽ ഞാനിതിനെ കണ്ടത്. ഇന്നലെ രാത്രി നമ്മളിതിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര വ്യക്തമായിട്ട് കണ്ടിട്ടില്ല എന്ന് മാത്രം. എന്നിട്ട് ആ ക്യാമറ ഒന്ന് സൂം ചെയ്തപ്പോൾ അറേബ്യൻ മൗണ്ടൻ ഡിയറിൻ്റെ അതിൻ്റെ കുട്ടിയുടെയും അടിപൊളി ഒരു വിഷ്വല്. ആഫ്രിക്കൻ കാടുകളിലും നമുക്ക് ഇതുപോലെ ഒറിക്സിനെ കാണാൻ സാധിക്കും. അറേബ്യൻ ഒറിക്സ് വൈറ്റ് കളർ ആയതുകൊണ്ട് വൈറ്റ് ഒറിക്സ് എന്നൊരു പേരും ഉണ്ട് കേട്ടോ. ദുബായ്. കണ്ണഞ്ചിപ്പിക്കുന്ന ഈ നഗര സൗന്ദര്യത്തിന് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന വന്യതയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ ദൂരെയുള്ള ഒരു നാച്ചുറൽ റിസർവ്. ദുബൈയുടെ 10% വലിപ്പത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സംരക്ഷിത മേഖലയാണ് അൽ മർമൂം ഡെസേർട്ട് കൺസർവേഷൻ റിസർവ്. അങ്ങോട്ടുള്ള ഈ യാത്ര തന്നെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. 2 സൈഡിലേക്കും പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ നടുവിലൂടെയുള്ള ഈ റോഡ്, അതിലൂടെയുള്ള മനോഹരമായ യാത്ര. ഈ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ചെറിയ കാടുകളിലാണ് മൃഗങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത്. ഇന്ത്യൻ വനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മൃഗങ്ങളെയും പക്ഷികളെയും ഇവിടെ കാണാൻ സാധിക്കും. നല്ല മാരകവിഷമുള്ള പാമ്പുകളും ഉണ്ട് ഇവിടെ. ഉച്ചയ്ക്ക് തുടങ്ങിയ ഈ യാത്രയിൽ വൈകുന്നേരം റിസർവിലെത്തി രാത്രിയിലെ ഒരു സ്റ്റേയും പിന്നെ മോർണിംഗ് ഡ്രൈവും കഴിഞ്ഞ് തിരിച്ചു പോരുന്ന രീതിയിലാണ് ഈ ട്രാവൽ സ്റ്റോറി പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുന്നോട്ടുള്ള ഈ യാത്രയ്ക്ക് വല്ലാത്തൊരു ഫീല് തരുന്നുണ്ട് കേട്ടോ ഈ ശൂന്യത. നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്ത് അൽ മർമൂം റിസർവിൻ്റെ എൻട്രിയിലെത്തി. ആ റൈറ്റ് സൈഡിലെ ബോർഡ് കണ്ടോ? ഈ ബോർഡിൽ കാണുന്ന മക്കീൻസ് ബസ്റ്റഡ് എന്ന വംശനാശം നേരിടുന്ന പക്ഷിയെ സംരക്ഷിച്ചു വരുന്ന മേഖലയാണിത്. ഈ നാച്ചുറൽ റിസർവിനുള്ളിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് മുഴുവൻ ഇങ്ങനെ റഫായിട്ടുള്ളതാണ്. ഇനി ദുബായ് നഗരത്തിൻ്റെ ഒരു വിധത്തിലുള്ള ഡെവലപ്മെൻറ്റും ഈ സംരക്ഷിത മേഖലയെ നശിപ്പിക്കാതിരിക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഭൂമിയുടെ ഘടന ആഫ്രിക്കൻ കാടുകളോട് കൂടുതൽ ചേർന്ന് കിടക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ കൊക്കിൻ്റെ വേറൊരു വേരിയൻ്റാണ് ഈ പറന്നു പോകുന്നത്. വ്യത്യസ്തമായ ധാരാളം പക്ഷികളെ കാണാൻ സാധിക്കുന്ന ഈ സ്ഥലം ബേഡിങ്ങിന് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ് നാവിടത്തില്ല അല്ലേ. മുൻപ് കണ്ടിട്ടില്ലാത്തൊരു പക്ഷിയാണ് മുന്നിൽ. നമ്മുടെ നാട്ടിലെ കാട്ടുകോഴിയോടൊരു വിദൂര സാദൃശ്യം തോന്നുന്ന റിംഗ് നെക്ഡ് ഫെസൻ്റ് ആണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു ഏഷ്യൻ ബേർഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇവിടെ. ഇതൊരു ആൺപക്ഷിയാണ്. പെൺപക്ഷിയെ കാണുമ്പോൾ യാതൊരു സാമ്യമില്ലാതെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മളെ കണ്ടിട്ടുള്ള അലർട്ടിലാണ് തോന്നുന്നു. കാര്യമായിട്ട് എന്തോ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നമ്മളെ കണ്ടിട്ടുള്ള അലർട്ടിലാണോ അതോ ഫീമെയിൽ ബേർഡിനെ ആകർഷിക്കണതാണോ എന്നറിയില്ല കേട്ടോ. ഏതായാലും ആൾ പതുക്കെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ഒരു കുറ്റിക്കാടിനുള്ളിലേക്ക് പതുക്കെ പോകാനാണ് പ്ലാന്. നമ്മളങ്ങനെ യാത്ര തുടർന്നു. പരന്നു കിടക്കുന്ന ഈ കാടും ചെറിയ ചെടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആഫ്രിക്കൻ കാടിൻ്റെ ഒരു ഫീല് തോന്നുന്നില്ലേ? സമയം ഏറെക്കുറെ വൈകുന്നേരത്തോടെ അടുത്തിരിക്കുന്നു. നമ്മൾ കുറേ കൂടി ഡീപ്പ് ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് എന്തോ മുന്നിൽ സ്പോട്ട് ചെയ്തു. മാനുകളാണ് കേട്ടോ. നമ്മളുടെ ഫസ്റ്റ് അനിമൽ സൈറ്റിംഗ്. ഞാൻ ക്യാമറ ഒന്ന് സൂം ചെയ്യാം. അറേബ്യൻ മാൻവർഗത്തിൽ പെട്ട മൗണ്ടൻ ഗസലാണ് കേട്ടോ ഇത്. ഇവയെ സാധാരണയായിട്ട് കുന്നുകളുടെ താഴ്വരയിലും ഇതുപോലെയുള്ള കുറ്റിച്ചെടികളുടെ ഇടയിലും നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഷൈ ആയതുകൊണ്ട് ഉള്ളിൽ പോവാണ്. ഏതായാലും അടിപൊളിയില്ലേ. മുന്നിൽ ഏതൊരാൾ പൊടിയൊക്കെ പറപ്പിച്ച് നല്ല പോക്കാണ്. ഏതായാലും നമുക്കും പതുക്കെ ഫോളോ ചെയ്യാം. സമയം സൂര്യാസ്തമയത്തോടെ അടുത്ത് വരുന്നുണ്ട്. റിസർവിലെ സേഫായ ഒരു ഭാഗത്ത് ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ ഒന്ന് നമ്മുടെ പ്ലാന്. സൂര്യാസ്തമയം അടിപൊളിയായിട്ട് കിട്ടുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. ഒരു പക്ഷേ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാതൃഭൂമി യാത്രാ മാഗസിൻ്റെ ഡിസംബർ ലക്കത്തിൽ ഞാൻ എടുത്തിരുന്നൊരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്ത ലൊക്കേഷനാണിത്.
എനിക്കേറെ സന്തോഷം നൽകിയ ആ ഫോട്ടോ എടുത്ത മൊമെൻ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അനീഷേ നോക്കണം മാനുകള് കുറേണ്ടറാ ഒരു ഓട്ടോ ഓടിയാലോ അപ്പൊ എല്ലാം കൂടി ഓടണ. ഏത് ടൈപ്പ് മാനാണെന്ന് അത്ര ക്ലിയർ ആയിരുന്നില്ല കേട്ടോ. ഏതായാലും ഇത്ര മാനിനെ കണ്ട സ്ഥിതിക്ക് നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോയിട്ട് വരാം. റൈറ്റ് സൈഡിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് സംശയം തോന്നിയിട്ട് നിർത്തിയതാണ്. ഇഷ്ടംപോലെ മാനുകളാണ് കേട്ടോ ഈ സൈഡിലൊക്കെ. ഈവനിങ് വരുമ്പോൾ 2 മാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ? ഇത് അതിൽ പെട്ട മാനയല്ല കേട്ടോ, ആ കാറ്റഗറി അല്ല ഇത്. ഇത് സാൻ ഗസേൽ, നൊമാദിക് സ്പീഷീസിൽ പെട്ട മരുഭൂമിയിൽ കാണുന്ന മാനാണിത്. നൊമാദിക് സ്പീഷീസ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഡെയിലി ലാർജ് ഡിസ്റ്റൻസ് ഈ മാനുകൾ കവർ ചെയ്യും. നൈറ്റ് ഡ്രൈവിനൊരു പ്രത്യേകത ഉണ്ട്. ഓരോ അനിമലിനെ കാണുന്തോറും യാത്ര ചെയ്യാനുള്ള ത്രില്ല് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഉള്ളിലൊരു ഭയവും. ഏത് അനിമലാണെന്ന് മനസ്സിലായോ? ഒറിക്സ്, അറേബ്യൻ ഒറിക്സ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഡയറക്റ്റ്, അതും രാത്രിയിൽ. നമ്മളുടെ നാട്ടിലെ സാമ്പാർ ഡിയറിൻ്റെയൊക്കെ ഒരു വലുപ്പമുണ്ട്. നമ്മളെ കണ്ടിട്ട് വലിയ പേടിയൊന്നും ഇല്ലാത്ത പോലെ ഉണ്ട്. UAE ഉൾപ്പെടെ 5 രാജ്യങ്ങളുടെ നാഷണൽ അനിമലാണ് കേട്ടോ അറേബ്യൻ ഒറിക്സ്. നിങ്ങൾ ഖത്തർ എയർവേസിൻ്റെ ലോഗോ കണ്ടിട്ടുണ്ടോ? ഈ അറേബ്യൻ ഒറിക്സിനെ അവരുടെ ലോഗോയിൽ നമുക്ക് കാണാൻ പറ്റും. ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, ജോർദാൻ ഈ രാജ്യങ്ങളാണ് കേട്ടോ UAE കൂടാതെ ഒറിക്സിനെ നാഷണൽ അനിമലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നൈറ്റ് ഡ്രൈവ് അങ്ങനെ നേരം വിളിക്കണവരുണ്ടായി. എല്ലാ ഭാഗങ്ങളും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. ഫുള്ള് ഉറങ്ങാൻ നേരമില്ല, ഉറങ്ങിയാൽ നമ്മുടെ മോർണിംഗിലെ ഫുള്ള് പ്ലാനും തെറ്റിപ്പോവും. ഏതോ ഒരു പക്ഷിയാണ് തോന്നുന്നു കേട്ടോ, റോഡിൽ പതിഞ്ഞിരിക്കുകയാണ്, എന്തോ പരിക്ക് പറ്റിയതുപോലെ. ഇത് ഗ്രേ ഫ്രാങ്കലിൻ, നമ്മുടെ നാട്ടിലുള്ള കാടയൊക്കെ അല്ലേ, അതിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്. നമ്മൾ വിചാരിച്ച പോലെ പരിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ അടുത്തെത്തിയപ്പോൾ സൈഡിലേക്ക് പതുക്കെ മാറി. പിന്നെ കുറച്ച് നേരം വീഡിയോ എടുക്കാനുള്ള ചാൻസൊക്കെ തന്നിട്ട് ഇരുട്ടിലേക്ക് പതുക്കെ മറഞ്ഞു. ഗുഡ് മോർണിംഗ്. നിങ്ങൾ രാവിലെ എണീറ്റ് പ്രകൃതിയെ ആസ്വദിക്കാറുണ്ടോ? സൂര്യോദയത്തിൻ്റെ ഭംഗിയും പക്ഷികളും മൃഗങ്ങളും ഉള്ള കാടും ആസ്വദിക്കാറുണ്ടോ? പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് നടന്നു നോക്കണം. പലതരം കിളികളും മാനുകളും മറ്റു മൃഗങ്ങളും അടങ്ങിയ യാത്രയ്ക്ക് വല്ലാത്തൊരു ഫീലാണ്.
മൃഗങ്ങളെ തേടിയുള്ള യാത്ര നമുക്ക് തുടരാം. ഒറിക്സിനെ ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ആഫ്രിക്കൻ കാടുകളിലും നമുക്കിതുപോലെ ഒറിക്സിനെ കാണാൻ സാധിക്കും. അത് പക്ഷേ ആഫ്രിക്കൻ ഒറിക്സ് ആണ് കേട്ടോ. ഇതുപോലെ വൈറ്റ് കളറല്ല, ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറിലാണ് കാണപ്പെടുന്നത്. അറേബ്യൻ ഒറിക്സ് വൈറ്റ് കളർ ആയതുകൊണ്ട് വൈറ്റ് ഒറിക്സ് എന്നൊരു പേരും ഉണ്ട് കേട്ടോ. ഈ മരുഭൂമിയിലേക്ക് വെള്ളം ലഭിക്കുന്നത് ഈ കാണുന്ന ചെടികളിൽ നിന്നൊക്കെയാണ് കേട്ടോ. ചെടികളിലുണ്ടാവുന്ന മഞ്ഞുതുള്ളികളും അതുപോലെ ചെടി ഭക്ഷിക്കുമ്പോൾ കിട്ടുന്ന വെള്ളവും വെച്ചിട്ട് 6 മാസം വരെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഈ റിസർവിൽ അധികം റെസ്ട്രിക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്യാമറയൊക്കെ എടുത്തിട്ട് ഒന്നുകൂടി അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഈ അനിമൽസിനെ ഒന്നും ശല്യം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. പല സ്ഥലത്തായിട്ട് ഒറിക്സ്. ഇത് ടോട്ടലി വേറെ ഗ്രൂപ്പാണ് കേട്ടോ. അതുകൂടാതെ മറ്റ് മാനകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ റിസർവ് വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം ഒക്ടോബർ ടു മാർച്ച് ആണെങ്കിലും അനിമൽ സൈറ്റിംഗ് കൂടുതൽ കിട്ടുന്നത് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ്. പിന്നെ ടൈം റിസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ ഏത് സമയത്തും റിസർവ് സന്ദർശിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഇവിടെ. റിസർവിലൂടെ ഇറങ്ങി നടക്കുക മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം വാഹനം കൊണ്ട് തന്നെ ഇവിടെ എല്ലായിടത്തും പോകാൻ പറ്റും എന്നുള്ളൊരു സൗകര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെപ്പറേറ്റ് ഫീയോ മറ്റ് ചാർജസോ ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ സ്റ്റേ ആണെങ്കിൽ നമുക്കിവിടെ ടെൻറ്റ് സ്റ്റേ മാത്രമേ പറ്റുള്ളൂ. വേറെ സ്റ്റേ ഒന്നും ഇവിടെ അടുത്ത് അവൈലബിൾ അല്ല. നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒറിക്സിൻ്റെ കൂട്ടം റോഡ് ക്രോസ് ചെയ്ത് ഓടുന്നത്. ഇത്രയും നേരം വീഡിയോ കാണിച്ചുകൊണ്ട് ഇനിയും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഈ ഏരിയയിൽ സാധാരണയായിട്ട് അറേബ്യൻ ഫോക്സിനെ കാണാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾക്കതിന് മാത്രം ഭാഗ്യമില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന കുറുക്കനെ പോലെ അല്ല കേട്ടോ. ഇത് വലിയ ചെവിയും ചെറിയ ബോഡിയൊക്കെ ആയിട്ട് അറേബ്യൻ റെഡ് ഫോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് റൈറ്റ് സൈഡിൽ ഞാനിതിനെ കണ്ടത്. ഇന്നലെ രാത്രി നമ്മളിതിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര വ്യക്തമായിട്ട് കണ്ടിട്ടില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അറേബ്യൻ സാൻഡ് ഗസേൽ അല്ലെങ്കിൽ അറേബ്യൻ സാൻഡിയർ എന്ന് പറയാം. ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ പേര് റീം എന്നാണ്. നമ്മുടെ നാട്ടിലില്ലാത്ത എന്തൊക്കെ മാനുകളാണല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവർക്കിവിടെ മരുഭൂമിയിൽ ജീവിക്കാനാ യോഗം. പക്ഷെ ചൂടുകാലമാണെങ്കിൽ ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കില്ല കേട്ടോ. രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏതെങ്കിലും മരങ്ങളൊക്കെ ഉള്ള ഏരിയയിലേക്ക് മാറും അവർ. കാണാൻ നല്ല ഭംഗിയുള്ള ഇവരുടെ ലൈഫ് സ്പാൻ 14 വർഷമാണ്. 6 മാസത്തിലൊരിക്കൽ മാത്രം വെള്ളം വേണ്ട ഇവരുടെ ജീവിതം എനിക്കത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. നമ്മളുടെ ഡ്രൈവ് പിന്നെ അങ്ങനെ തുടർന്നു കേട്ടോ, മൃഗങ്ങളെ കാണാനുള്ള അത്ര ആഗ്രഹമായിട്ട്. അൽമർമൂം റിസർവിലേക്ക് 3 സൈഡിൽ നിന്ന് ആക്സസ് ഉണ്ട് കേട്ടോ. 3 സൈഡ് പറയുമ്പോൾ 3 എമിറേറ്റ്സിൽ നിന്ന് ആക്സസ് ഉണ്ട്. ദുബായ് സൈഡിൽ നിന്നും അബുദാബി സൈഡിൽ നിന്നും പിന്നെ അലൈൻ സൈഡിൽ നിന്നും. അതുപോലെ UAE-ലുള്ളവർക്കും ടൂറിസ്റ്റുകൾക്കും ഒക്കെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ സ്ഥലം. നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡിൽ ഒരു കൂട്ടം മാനുകൾ ഇതാ ഓടണം കേട്ടോ. എന്തെങ്കിലും മൃഗങ്ങളെ കണ്ടിട്ട് ഓടുക എന്നാട്ടോ വിചാരിച്ചത്. പെട്ടെന്ന് വന്ന് നമ്മുടെ കാറ് കണ്ട് പേടിച്ചിട്ടാണ് കേട്ടോ ഓടുന്നത്. ഏതായാലും നമ്മളതിനെ ആക്രമിക്കാൻ വന്നവരല്ല. ഇനി അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മരങ്ങളോട് ചേർന്ന ഒരു ഭാഗത്ത് ഞങ്ങളുടെ കാറ് നിർത്തി. ഞങ്ങൾ ആ പ്രദേശമൊക്കെ വാച്ച് ചെയ്തു കുറച്ച് നേരം. എന്നിട്ട് ആ ക്യാമറ ഒന്ന് സൂം ചെയ്തപ്പോൾ
അറേബ്യൻ മൗണ്ടൻ ഡിയറിൻ്റെ അതിൻ്റെ കുട്ടിയുടെ അടിപൊളി ഒരു വിഷ്വല്. ഇവിടെ അമ്മയും കുട്ടിയും മാത്രമല്ല കേട്ടോ ഉള്ളത്. നേരത്തെ കണ്ടില്ലേ ഒരു ഗ്രൂപ്പ്, അതുപോലെ 8ഓളം മാനുകളുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ മിക്കവാറും സഞ്ചരിക്കുക. സാൻഡിയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ കളർ ഒന്നുകൂടി ഡാർക്ക് ബ്രൗൺ ആണ്. അതുപോലെ കൊമ്പുകളിലും ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മാനിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ ഒരു കൊലപാതകം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടുത്ത്. ഇവിടെ വേട്ടക്കാരൻ പരുന്താണ് കേട്ടോ. ഒരു പ്രാവിനെ പിടിച്ച് കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണോ. പരുന്ത് വെസ്റ്റേൺ മാഷ് ഏരിയറാണ് കേട്ടോ. ഈ ഏരിയയിൽ നമുക്കിതിനെ കുറേ കാണാൻ പറ്റും. ഇവിടെ പ്രാവ് തന്നെയാണ് അവരുടെ പ്രധാന ഭക്ഷണം. യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പലതും കയറി വരുമല്ലേ. അതുതന്നെയല്ലേ യാത്രയെ ഇത്രയും ഭംഗിയാക്കുന്നത്, ഇത്രയും മോഹിപ്പിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.